എം.വി. ഗോവിന്ദന്റെ അസാധാരണമായ ഒരു വാർത്താ സമ്മേളനമാണ് നമ്മളിപ്പോൾ കണ്ടത്. തോൽവി വിശദീകരിക്കാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ആ തോൽവിയെക്കുറിച്ച് ഒന്നും പറയാനാവാതെ ബുദ്ധിമുട്ടുന്ന എം.വി. ഗോവിന്ദനെയാണ് കണ്ടത്. ഈ തോൽവിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ പാർട്ടിയുടെ എല്ലാ തട്ടിലും യോഗങ്ങൾ ചേരും. അത് മെയ് ജൂൺ മാസങ്ങളിലായി ആ യോഗം പൂർത്തിയാക്കും. എല്ലാ ഘടകങ്ങളിലും നിർഭയമായി അഭിപ്രായം പറയാവുന്ന സഖാക്കൾക്ക്, പാർട്ടി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാവുന്ന തരത്തിൽ ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കും. അങ്ങനെ എന്തുകൊണ്ട് തോറ്റു എന്ന് ഒരു ആ റിവ്യൂവിന് ശേഷം എന്തുകൊണ്ട് തോറ്റു എന്ന് തിരിച്ചറിയും എന്നാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ പറയുന്നത്. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, നമ്മളൊക്കെ ഈ തോൽവിക്ക് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനൊരു ചരിത്രപരമായ തോൽവിക്ക് ശേഷം നമ്മളൊക്കെ എത്തുന്ന കുറേ നിഗമനങ്ങളുണ്ട്. എന്തുകൊണ്ട് പാർട്ടി തോറ്റു, പരാജയപ്പെട്ടു, 10 വർഷം ഭരിച്ച ശേഷം ഇങ്ങനെ ഒരു തിരിച്ചടി എങ്ങനെ ഉണ്ടായി എന്നത്. അത് പാർട്ടിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ, അതോ അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഇത്രയേറെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ബുദ്ധിമുട്ടേണ്ടി വന്നത്? ശ്രീജ, സാധാരണഗതിയിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ CPM-ന്റെ തോൽവിക്ക് ശേഷം ഉയർന്നു വരുന്ന ഒരു വലിയ ആരോപണമുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രോളുകളുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ CPM തോറ്റു കഴിഞ്ഞാലും എന്തുകൊണ്ട് തോറ്റു എന്ന് അവരെ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് എന്നുള്ളത് പല തരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശകലനങ്ങളുണ്ട്, കളിയാക്കലുകളുണ്ട്, ട്രോളുകളുണ്ട്, അതെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സംഭവിച്ചതെന്ന് പറയാം. കൃത്യമായൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും സംസ്ഥാന സെക്രട്ടറിയുള്ള എം.വി. ഗോവിന്ദന് കഴിഞ്ഞിട്ടില്ല. സംഘടനാപരമായിട്ടുള്ള ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നതല്ലാതെ എന്താണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിന് പറയുന്ന ന്യായീകരണം പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമേ ഏതായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നിട്ടുള്ളൂ. ഇനി കൂടുതൽ ചർച്ചകൾ ഏതായാലും ആവശ്യമാണെന്ന തരത്തിലാണ് പ്രതികരണം വന്നത്. CPI സംബന്ധിച്ചിടത്തോളം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവ് യോഗമെല്ലാം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവരുടെ മുഖപത്രമായ ജനയുഗത്തിലും കൃത്യമായി തന്നെ ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരത്തിൽ വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. CPM ഇപ്പോഴും അത് തുറന്ന് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കൃത്യമായ ഉത്തരം ജനങ്ങളിലേക്ക് CPM-ന് വോട്ട് ചെയ്ത പാർട്ടി കേഡറുകൾക്ക് മുന്നിലേക്ക് വയ്ക്കാൻ ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം 4 ചോദ്യം, അതിന് ഒറ്റ വാക്ക് ഉത്തരം, ആകപ്പാടെ 10-15 മിനിറ്റുള്ള വാർത്താ സമ്മേളനം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്നത് വിശദമായി ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് അതിനെ തരണം ചെയ്യുകയുമായിരുന്നു. അത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. VS അച്യുതാനന്ദൻ ഈ പാർട്ടി നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം തട്ടകത്തിൽ മാരാരിക്കുളത്ത് അദ്ദേഹം തോറ്റിട്ടുണ്ട്. അതിനുശേഷം ആ തോൽവിക്ക് ശേഷം മുറി ബനിയനിട്ട് ഈ തോൽവിയെക്കുറിച്ച് വിശദീകരിക്കുന്ന VS-ന്റെ മുഖം അല്ലെങ്കിൽ ആ ഒരു രൂപം നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരാൾ നയിച്ച പാർട്ടിക്കാണ് ഇത് ഇപ്പോൾ ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇത്ര ദിവസമായിട്ട് മുഖ്യമന്ത്രി ഈ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. തോൽവി എന്തുകൊണ്ടുണ്ടായി എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി AKG സെന്ററിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിൽ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ പ്രതികരണമോ ഒന്നും വരാത്തതും അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും അതിലെല്ലാം ഇനിയൊരു മാറി ഉള്ള പുനർചിന്തനം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഏതായാലും അതിനൊക്കെ സാധ്യതകളുണ്ട്. നിലവിൽ ഏതായാലും CPM ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, തിരുത്തലുകൾ ഉണ്ടാകും. ആ തിരുത്തലുകൾ താഴെ തട്ട് മുതൽ തുടങ്ങും. അത് ഈ മാസവും അടുത്ത മാസവും ഒക്കെയായി അത്തരം കമ്മിറ്റികളൊക്കെ കൂടി വിശദമായി ആ ചർച്ചകളിലേക്കൊക്കെ കടക്കുമെന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും എന്തുകൊണ്ട് തോറ്റു എന്നതിന്റെ കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കണ്ടത്. അത് ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ CPM-ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. അപ്പോഴും ചില ന്യായീകരണങ്ങൾ ഇതിനിടയിലും, സ്റ്റെഫിൻ, ഈ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോഴും ചില ന്യായീകരണങ്ങളുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. മുന്നണികൾ മാറി മാറി വരുന്ന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം അല്ലെങ്കിൽ ആ സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിനോ അപ്പുറത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയും ഇതിനിടയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടും ശ്രീജ, CPM തോറ്റു. ആ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്, പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അതിന് ഒരു ഉദാഹരണം കൂടി പറയാം. CPM-ന്റെ ഏറ്റവും തലമുതിർന്ന ഒരു 10 നേതാക്കളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരാൾ, ആദ്യ പട്ടികയിലുള്ള ഒരാൾ G. സുധാകരനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ G. സുധാകരനാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി മത്സരിച്ച് അമ്പലപ്പുഴയിൽ വിജയിച്ചു നിൽക്കുന്നത്. ഒപ്പം തന്നെ പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് കണ്ണൂർ ജില്ലയിൽ പാർട്ടി വളർത്തിയ TK ഗോവിന്ദനും V. കുഞ്ഞികൃഷ്ണനും ഒക്കെ ഇന്ന് എത്തി നിൽക്കുന്നത് മറ്റൊരു ചേരിയിലാണ്. ഒപ്പം തന്നെ പതിറ്റാണ്ടുകൾ CPM-ന് വേണ്ടി പ്രവർത്തിച്ച MLA ആയിരുന്ന ഐഷ പോറ്റി പാർട്ടി വിട്ടുപോയി. ഇങ്ങനെയുള്ള ഓരോരോ പ്രതിസന്ധി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടും അതൊന്നും തിരുത്തുന്നതിന് വേണ്ടി തയ്യാറായില്ല. എന്തുകൊണ്ട് ഈ ഒരു വിസ്മയങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ മാറ്റം CPM-ന് സംഭവിച്ചു, അല്ലെങ്കിൽ അധപ്പതനം CPM-ന് സംഭവിച്ചു എന്ന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടില്ല. അതെല്ലാം CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായിട്ടുള്ള വലിയ വീഴ്ചയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അത് വീഴ്ചയാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സെക്രട്ടറി മാറണമെന്നൊരു ആവശ്യം പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, മൊറാഴ കണ്ണൂരിൽ CPM-ന്റെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രത്തിനകത്ത് പോലും പലതരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ഏതായാലും അത് ചെയ്തത് രാഷ്ട്രീയ എതിരാളികളായിരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. കാരണം ആ ശക്തി കേന്ദ്രത്തിലെത്തി അത് ചെയ്യുന്നതിന് വേണ്ടി ആർക്കും തന്നെ കഴിയില്ല. അത് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കൺമുന്നിൽ നടക്കുമ്പോഴും അത് തിരിച്ചറിയുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറിക്കോ പാർട്ടിക്കോ പാർട്ടി നേതൃത്വത്തിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും കഴിയുന്നില്ല. അത് തന്നെയാണ് ഈ പരാജയങ്ങൾക്കെല്ലാം കാരണം. ആ പരാജയ കാരണത്തെ തിരുത്തുന്നതിന് വേണ്ടി CPM-ന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കഴിഞ്ഞിട്ടില്ല, ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും കഴിഞ്ഞിട്ടില്ല. ഇനി അത് എന്ന് കഴിയുമെന്നുള്ളതാണ് CPM ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി അണികൾ, കേഡർമാരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുക. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്കാണ് CPM കൂപ്പുകുത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് കരകയറാൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും CPM-ന് കഴിയുന്നില്ല. സംസ്ഥാന സെക്രട്ടറിക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. നിസ്സഹായനായ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന MV ഗോവിന്ദന്റെ ആ ഒരു ദൃശ്യം അതിന് ഉത്തമ ഉദാഹരണമാണ്. ശരി, AK സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇന്ന് TK ഗോവിന്ദനും ഭാര്യയും കോടിയേരിയുടെ വീട്ടിലെത്തിയതാണ്. കോടിയേരിയുടെ കുടുംബം, കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം അദ്ദേഹത്തെ സ്വീകരിച്ചു. വ്യക്തിപരമാണ് സന്ദർശനം, സൗഹൃദം എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ബിനീഷ് കോടിയേരിയുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റൊക്കെ അതിനോട് ചേർത്ത് വായിക്കാം.